ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവികസേന ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: അമേരിക്കൻ നേവി. ആ സേനയുടെ കിരീടത്തിലെ പൊൻതൂവലാണ് $13 മില്യൺ ചിലവഴിച്ച് നിർമ്മിച്ച USS ജൊറാൾഡ് ആർ ഫോർഡ്. എന്നാൽ ഇന്ന് ഈ പടുകൂറ്റൻ കപ്പൽ വാർത്തകളിൽ നിറയുന്നത് അതിന്റെ യുദ്ധവീര്യം കൊണ്ടല്ല, മറിച്ച് കപ്പലിനുണ്ടായ അത്യാഹിതവും തീപിടുത്തവും അതിനെ തുടർന്നുണ്ടായ നാണക്കേടിന്റെയും കഥകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ ഈ അത്യാധുനിക കപ്പൽ നങ്കൂരമിട്ടു. കാരണം കപ്പലിലെ സെൻട്രൽ ലോണ്ടറി അഥവാ അലക്കുശാലയിലുണ്ടായ തീപിടുത്തം. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഫലം ഭയാനകമായിരുന്നു. എങ്ങനെ ഇവിടെ തീപിടുത്തം ഉണ്ടായെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയ ഹൂതികളുടെ ആക്രമണമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നത്. പുക ശ്വസിക്കാതിരിക്കാൻ കപ്പലിലെ വലിയൊരു ഭാഗം അടച്ചുപൂട്ടേണ്ടി വന്നു. ഏകദേശം 600 നാവികർക്കാണ് സ്വന്തം കിടപ്പറകൾ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവർ കപ്പലിലെ മെസ് ഹാളിലെ മേശപ്പുറത്തും തറയിലുമാണ് ഉറങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ കപ്പലിലെ സൈനികരുടെ അവസ്ഥയാണിത്. ബ്ലൂംബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു യാദൃശ്ചികമായ അപകടം മാത്രമായി കാണാനാവില്ല. ഹൂതികളുടെ മിസൈൽ പതിച്ചതാണ് കപ്പലിലെ തീപിടുത്തത്തിന് കാരണമെന്ന് സമ്മതിക്കാൻ മടിക്കുന്ന അമേരിക്ക പക്ഷേ പല കാരണങ്ങളും നിരത്തി നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കപ്പൽ കമ്മീഷൻ ചെയ്തത് മുതൽ പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കപ്പലിലെ വിമാനങ്ങളെ വിക്ഷേപിക്കുന്ന വൈദ്യുത കാന്തിക സംവിധാനം, ആയുധങ്ങൾ എത്തിക്കുന്ന എലിവേറ്ററുകൾ എന്നിവ പലപ്പോഴും പണിമുടക്കാറുണ്ടത്രേ. കപ്പൽ അമിതമായി ആധുനികവൽക്കരിച്ചപ്പോൾ ചെറിയൊരു തകരാർ പോലും കപ്പലിന്റെ പ്രവർത്തനത്തെ മുഴുവനായി ബാധിക്കുന്ന അവസ്ഥയിലായി. ഒരു ലോണ്ടറിയിലെ തീപിടുത്തം എങ്ങനെ 600 പേരുടെ താമസ സ്ഥലം ഇല്ലാതാക്കി എന്നത് കപ്പലിന്റെ ഡിസൈനിലെ പാളിച്ചയാണ് കാണിക്കുന്നതെന്നും ബ്ലൂംബർഗ് പറയുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ചെങ്കടലിലാണ്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്കെതിരെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഫോർഡ്. ഈ തകരാറുകൾ കാരണം കപ്പലിന് ഇനി എത്ര നാൾ യുദ്ധമുഖത്ത് തുടരാനാകുമെന്നത് സംശയമാണ്. ഫോർഡ് പിൻവാങ്ങേണ്ടി വന്നാൽ ആ വിടവ് നികത്താൻ മറ്റൊരു കപ്പൽ കണ്ടെത്തുക എന്നത് അമേരിക്കൻ നാവിക പ്ലാനർമാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കിയത് കൊണ്ട് മാത്രം ഒരു യുദ്ധക്കപ്പൽ മികച്ചതാകണമെന്നില്ല എന്ന് ജെറാൾഡ് ആർ ഫോർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള കപ്പലിന്റെ ശേഷിയാണ് പ്രധാനം. അവിടെയും അമേരിക്കയ്ക്ക് പിഴച്ചിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? ഫോർഡ് വീണ്ടും കരുത്തോടെ കടലിലേക്ക് തിരിച്ചെത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം.